സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷെഹനാദ് ആണ്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രമാണ്. ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് INC. ഇതിനു മുമ്പ് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിന്റെ ലിങ്ക് തൊട്ട് മുകളിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുക, കാരണം അതിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നു. ബോംബെയിൽ വെച്ച് അതിന്റെ സമ്മേളനം നടക്കുന്നു. അതിന്റെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം SCERT-യിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. നോക്കുക, INC-യുടെ ആദ്യ സമ്മേളനത്തില് അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പ്രമേയമല്ല, 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. അപ്പൊ ചോദിക്കുക ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ആദ്യ പ്രമേയം G. സുബ്രഹ്മണ്യ അയ്യരാണ്. കൂട്ടുകാർ പഠിച്ചു വെക്കണം. G. സുബ്രഹ്മണ്യ അയ്യരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. G. സുബ്രഹ്മണ്യ അയ്യർ. ഇന്ത്യക്ക് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക എന്നതായിരുന്നു പ്രമേയം. എന്തായിരുന്നു പ്രമേയം? ഇന്ത്യക്ക് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക. ഇദ്ദേഹം ഹിന്ദു പത്രത്തിന്റെ സ്ഥാപകനാണ്. നമ്മൾ മുൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു പത്രം നിലവിൽ വന്നത് 1878-ലാണെന്നും അതൊരു ഡെയിലി ന്യൂസ് പേപ്പർ ആയിട്ട് മാറിയത് 1889-ലാണെന്നും ആ ഒരു പത്രത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട മറ്റു ചില വ്യക്തികളെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പാട്ട് പാടിയിട്ടാണ് ഞാൻ മുൻ ക്ലാസ്സിൽ അത് പഠിപ്പിച്ചത്. അപ്പൊ നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ച ഒരുപാട് പേരെ കുറിച്ച് നമ്മൾ തൊട്ടു മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലേ? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമായിരുന്നു കോൺഗ്രസ് ആയുധമില്ലാതെ ആഭ്യന്തര കലാപത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന ഡയലോഗ്. എന്തായിരുന്നു ആ ഒരു പ്രസ്താവന? കോൺഗ്രസ് ആയുധമില്ലാതെ ആഭ്യന്തര കലാപത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. ഇദ്ദേഹം അഭിപ്രായപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ്: ഇന്ത്യ എന്ന വധുവിന്റെ 2 കണ്ണുകളാണ് ഹിന്ദുവും മുസൽമാനും. വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ്. ഇന്ത്യ എന്ന വധുവിന്റെ 2 കണ്ണുകളാണ് ഹിന്ദുവും മുസൽമാനും. അപ്പൊ നോക്കൂ, ഇദ്ദേഹം പാകിസ്ഥാന്റെ തത്വചിന്തകനാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കേരള PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യം ഇതാണ്: 1875 എന്ന് പറയുന്ന വർഷം കൃത്യമായിട്ട് പഠിക്കണം. ആര്യ സമാജം സ്ഥാപിച്ച വർഷമാണ് 1875. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് 1875-ലാണെങ്കിൽ അലിഗഡ് പ്രസ്ഥാനം നിലവിൽ വന്നത് 1875-ലാണ്. ഇതേ 1875-ലാണ് തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിക്കുന്നത്. കൂട്ടുകാർക്ക് അറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും കൂടി ചേർന്നിട്ട് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. അത് രൂപീകരിച്ചത് 1875-ലാണ്. നോക്കൂ, ബോംബെയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നത് 1875-ലാണ്. അപ്പൊ 1875 ആര്യ സമാജം സ്ഥാപിച്ചു. 1875 അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചു അല്ലെങ്കിൽ രൂപീകരിച്ചു. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച ഒരു 3 വർഷം കഴിഞ്ഞ ശേഷം INC-ക്കെതിരെ ഇദ്ദേഹം ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം പറഞ്ഞു INC-യിൽ ചേരരുതെന്ന് മുസ്ലിം ജനവിഭാഗത്തോട്. മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം മുസ്ലിങ്ങളോട് INC-യിൽ ചേരരുതെന്ന് പറയുകയും ഇദ്ദേഹം മറ്റൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. അതാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഏതു വർഷം സ്ഥാപിച്ചു? 1888-ൽ. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ വർഷം കൂട്ടുകാർക്ക് അറിയാം, 1888-ആണ്. ഒരുപാട് മറ്റു വസ്തുതകൾ നമുക്ക് പഠിക്കാനുണ്ട് 1888-ൽ. ഈ ഒരു വർഷത്തിലാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിക്കുന്നത്. നോക്കൂ, ഇദ്ദേഹത്തിന്റെ മാസികയാണ് തഹസീബ് ഉൽ അഖ്ലാഖ്. എന്താണ്? തഹസീബ് ഉൽ അഖ്ലാഖ്. തഹസീബുൽ അഖ്ലാഖ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മാസികയാണെന്ന് പഠിച്ചു വെക്കുക. നോക്കൂ, മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവായ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് നമുക്ക് തിരിച്ചു വന്നാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ പേര് ഇങ്ങനെയാണ്: ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 മുതൽ, ഏത് വർഷം മുതൽ? രൂപീകരിച്ച 1885 മുതൽ 1935 വരെയുള്ള ഒരു ചരിത്രം, 1935 വരെയുള്ള ഒരു ചരിത്രമാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ ഒരു പുസ്തകം ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യയാണ്. കൂട്ടുകാർ പഠിച്ചു വെക്കുക, പട്ടാഭി സീതാരാമയ്യയാണ്. ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് ചോദിച്ചു PSC?
അത് പട്ടാഭി സീതാരാമയ്യാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പുസ്തകമൊക്കെ എഴുതിയില്ലേ കോൺഗ്രസിന്റെ ചരിത്രം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കുക, അതാരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. പട്ടാഭി സീതാരാമയ്യ ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകനാണ്. നോക്കൂ, INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ്. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് പരാജയപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിക്കും. നല്ല കിടിലൻ പോയിന്റ് ആണ്. 1938 INCയുടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് കൂട്ടുകാർക്കൊക്കെ അറിയാം. അറിയാത്ത അല്ലെങ്കിൽ മാറിപ്പോകുന്ന കൂട്ടുകാർ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഹരി ത്രിപുരയ്ക്ക് പോയി എന്ന് ആലോചിച്ച് നോക്കുക. ഹരി ത്രിപുരയ്ക്ക് പോയി. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഹരി എന്ന് പറഞ്ഞാൽ ആദ്യം ഹരി ത്രിപുരയ്ക്കാണ് പോകുന്നത്. ത്രിപുരയല്ല, ത്രിപുരി. അപ്പൊ പഠിച്ചു വെക്കുക, ഹരിപുര സമ്മേളനം. ഹരിപുര എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ ഒരു സ്ഥലമാണ് കേട്ടോ. 1938 ഹരിപുര സമ്മേളനം. 1938 നിങ്ങൾ തൊട്ട് മുമ്പിലത്തെ ഒരു ക്ലാസ്സിൽ ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വസ്തുത പഠിപ്പിച്ചിരുന്നു. ഓർമ്മയുള്ളവർ കമന്റ് ചെയ്ത് SCRT കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്തുണ്ടല്ലോ. ജവഹർലാൽ നെഹ്റു ഏതോ ഒരു പ്രധാനപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് 1938 നിങ്ങൾ പഠിച്ചിരുന്നു. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. അപ്പൊ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് സുഭാഷ് ചന്ദ്രബോസ് വരുന്നത്, നമ്മുടെ നേതാജി. അങ്ങനെ 38 ഹരിപുര സമ്മേളനം നടക്കുന്നു. പിന്നീട് ത്രിപുരി സമ്മേളനം. ത്രിപുരിയാണ്, ത്രിപുരയല്ല, ത്രിപുരി. അപ്പൊ ത്രിപുരി എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് നോക്കൂ, ഗാന്ധിജിക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഗാന്ധിജിയുടെ നോമിനിയായിട്ട് പട്ടാഭി സീതാരാമയ്യ മത്സരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ടൊരു മത്സരം വരുന്നു. അങ്ങനെ ഇദ്ദേഹം പരാജയപ്പെടുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് വിജയിക്കുകയാണ്. ആ കഥകളൊക്കെ നമുക്ക് പിന്നീട് പറയാം, കാരണം INC നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ 1939 ഇങ്ങനെ ഒരു ചരിത്രം പട്ടാഭി സീതാരാമയ്യക്ക് ഉണ്ട്. എന്നാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നോക്കൂ കൂട്ടുകാരെ, 1948 പിറ്റേത്തെ വർഷം ജയിച്ചു അല്ലെ, ഇന്ത്യ വിജയിച്ചു. ഒരു യുദ്ധത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നീട് പിറ്റേത്തെ വർഷം ജയ്പൂരിൽ വെച്ചിട്ടാണ് സമ്മേളനം. ജയ്പൂർ പഠിക്കാൻ വേണ്ടിയാണ് ജയിച്ചു എന്ന് പറഞ്ഞു. ജയ്പൂരിൽ വെച്ചിട്ട് INC സമ്മേളനം 48. ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് പട്ടാഭി വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പട്ടാഭി സീതാരാമയ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്നുണ്ട്. ഇദ്ദേഹം മധ്യപ്രദേശ് സംസ്ഥാനത്തെ ആദ്യത്തെ ഗവർണർ ആയിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ നമ്മള്. ഇപ്പൊ ത്രിപുരി എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലാണ്, അതുകൊണ്ട് ആലോചിച്ച് വെക്കുക, ഇദ്ദേഹം മധ്യപ്രദേശ് സംസ്ഥാനത്തെ ആദ്യത്തെ ഗവർണർ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഗാന്ധി ആൻഡ് ഗാന്ധിസം. ഇത് പഠിപ്പിക്കുമ്പം ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ഉടൻ തന്നെ ചോദിക്കും കമന്റ് ബോക്സിൽ വന്നിട്ട്, അത് BRന്റെ കൃതിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തത് കൂട്ടുകാരെ. BR അംബേദ്കറും ഇങ്ങനെ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ഗാന്ധി ആൻഡ് ഗാന്ധിസം എന്ന് പറയുന്ന കൃതി BR അംബേദ്കർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടാഭി സീതാരാമയ്യയും എഴുതിയിട്ടുണ്ട്. ഒന്ന് പഠിച്ചു വെച്ചേ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം. ഇപ്പൊ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനായ പട്ടാഭി സീതാരാമയ്യയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. ഇനി നമുക്ക് തിരിച്ച് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിലേക്ക് വരാം. കോൺഗ്രസ് രൂപീകരിച്ചു കഴിഞ്ഞു 1885. അതിന്റെ വസ്തുതകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ വർഷം കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഒട്ടനവധി സമ്മേളനങ്ങൾ അറിയാം. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി നോക്കൂ, മുംബൈ എന്ന് പറയുന്ന സ്പോട്ട് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. മുംബൈ. ഈ മുംബൈയെ ഞാൻ 1 എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾ പിക്ചർ കാണുന്നുണ്ടോ അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മുംബൈയിൽ നിന്ന് ഞാൻ വെല്ലത വരയ്ക്കുകയാണ്. രണ്ടാമത്തെ സ്പോട്ടിലേക്ക് കൊൽക്കത്ത 2 എന്ന് ഞാൻ കൊടുക്കുകയാണ്. കൊൽക്കത്തയിൽ നിന്ന് നോക്കൂ, ആദ്യം മുംബൈ സമ്മേളനത്തിൽ അധ്യക്ഷനായി വന്നത് WC ബാനർജിയാണ്. കൂട്ടുകാർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു അല്ലെ, ബാനർജി. രണ്ടാമത് ദാദയാണ്, ബാനർജി ദാദ. രണ്ടാമത് ദാദാഭായ് നവറോജി, കൊൽക്കത്ത. പിന്നീട് നോക്കൂ, ഒരു മുസ്ലിം വരുന്നുണ്ട്. ആ മുസ്ലിം വരുന്നത് മദ്രാസിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ 3 എന്ന് എഴുതാം, മദ്രാസ്. അദ്ദേഹത്തിന്റെ പേര് ബദറുദ്ദീൻ എന്നാണ് അല്ലെ. ബാനർജി ദാദ, ബദറുദ്ദീൻ തിയാബ്ജി. അവിടെ നിന്ന് നോക്കൂ, 4ാമതായി നമ്മൾ നേരിട്ട് പോകുന്നത് ഇതാ ഇങ്ങനെ. ഞാൻ വീണ്ടും ഒരു ഏരോ മാർക്ക് ഇടുന്നു. 4 എവിടേക്കാണ്? അലഹബാദിലേക്കാണ്. അലഹബാദ് 1888 ജോർജിയോൾ. 85 ബോംബെയിലേക്ക് വരുന്നു. അവിടെ WC ബാനർജി. 86 കൊൽക്കത്തയിൽ ദാദാഭായ് നവറോജി. 87 മദ്രാസ് ബദറുദ്ദീൻ തിയാബ്ജി. ഒക്കെ ജി ആണ് അല്ലെ. ബാനർജി, നവറോജി, തിയാബ്ജി. നോക്കൂ, 4ാമതൊരു ഇംഗ്ലീഷുകാരാണ്, അതുകൊണ്ട് ജോർജിയോൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ടൊരു വിദേശി പ്രസിഡന്റ് ആവുന്നു 1888 ജോർജിയോൾ. അടുത്തത് 4 ശേഷം നമ്മൾ വീണ്ടും 5 എന്ന് പറയുമ്പോൾ വീണ്ടും റിട്ടേൺ ബോംബെയിലേക്ക് വരുന്നു. 5ാമത്തെ ബോംബെയിലാണ്. ബോംബെയിലും ഒരു ഇംഗ്ലീഷുകാരൻ തന്നെയാണ്. തുടർച്ചയായി 2ാമത്തെ വർഷം ഇംഗ്ലീഷുകാരൻ വില്യം വെഡർബേൺ. അവിടെ നിന്ന് നോക്കൂ, നമ്മൾ 6ാമതായിട്ട് വീണ്ടും പോവുകയാണ്. വീണ്ടും എങ്ങോട്ടാ പോകുന്നത്? കൊൽക്കത്തയിലേക്ക് തന്നെ. 6ാമത് കൊൽക്കത്തയിലാണ്.
ആ കൊൽക്കത്തയിൽ ആരാണ് മക്കളെ വരുന്നത്? ഫിറോസ് ഷാ മേത്തയാണ് 1890 കൊൽക്കത്ത. പിന്നീട് വീണ്ടും സ്വാഭാവികമായിട്ട് എങ്ങോട്ടാ പോകേണ്ടത്? മദ്രാസിലേക്കല്ലേ. പക്ഷെ നമ്മൾ മദ്രാസിലേക്ക് അല്ലെങ്കിലും ദക്ഷിണേന്ത്യയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ വരയ്ക്കാൻ ഞാൻ എങ്ങോട്ട് പോകുന്നു? നാഗ്പൂരിലേക്ക് പോകുന്നു. എങ്ങോട്ട് പോകുന്നു? നാഗ്പൂർ. നാഗ്പൂരാണ് 7ാമത്. ഏകദേശം ഒരു സ്പോട്ട് ആട്ടോ വരച്ചത്. നാഗ്പൂർ ബോംബെക്ക് അടുത്തൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് അവിടെ വരയ്ക്കാം നാഗ്പൂർ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു 7 എണ്ണം പഠിച്ചു വെക്കുക. ബാക്കിയെല്ലാം ഞാനിപ്പോ പറഞ്ഞുതരും. അപ്പൊ കൂട്ടുകാരെ, ഇത് പഠിക്കാൻ ഞാൻ ഒരു ട്രിക്ക് പഠിക്കായി പറഞ്ഞുതരാം. ഞാൻ ഉണ്ടാക്കിയ കോഡല്ല, അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയുകയാണ്. നമ്മുടെ കൂട്ടുകാർ ഇങ്ങോട്ട് പറഞ്ഞു തന്നാണ്. ഞാൻ മറ്റൊരു കോഡ് അവരെ പഠിപ്പിച്ചു. അപ്പൊ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നു ഇത്. അപ്പൊ നോക്കൂ, നമ്മുടെ ടെലഗ്രാം ക്ലാസ് ഉണ്ട്. ആ ടെലഗ്രാം ക്ലാസ്സുകൾ രാവിലെ 5:30 കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ട്. മറ്റു സമയത്തൊക്കെ ടെലഗ്രാം ഓഡിയോ ക്ലാസ്സുകൾ നൽകാറുണ്ട്. വെറും 100 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. എന്ന് വെച്ചാൽ മന്ത്ലി അല്ല, ആകെ ഒരു 100 രൂപ ഫീസ് അടച്ചിട്ടാണ് അവരൊക്കെ പഠിക്കുന്നത്. നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവര് പറഞ്ഞതാണ്, നോക്കൂ, ബാനർജി ദാദ അല്ലെ, ബാനർജി ദാദ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ബാറിൽ നിന്നും ദാദ വരികയാണ്. ബാറിൽ നിന്നും ദാദ വന്നിട്ട് നോക്കൂ, തീ എടുത്തുകൊണ്ട് നമ്മുടെ ജോർജിനെ, ആരെയാണ്? ജോർജിനെ ബേൺ ചെയ്യുകയാണ്. ബേൺ അല്ലെ, അവിടെ ബേൺ എന്ന് കിട്ടും, തീ ഉള്ളതുകൊണ്ട് അല്ലെ. അപ്പൊ ബാറിൽ നിന്നും ദാദ വന്ന് തീ എടുത്തിട്ട് ജോർജിനെ ബേൺ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ മേത്ത്, നമ്മൾ പറയാറുണ്ട് നാടൻ പ്രയോഗം അല്ലെ, അദ്ദേഹത്തിന്റെ മേത്ത് കയറി നിന്നിട്ട് ആനന്ദ നൃത്തമാടി. നോക്കൂ, ആനന്ദ ചാർലുവാണ്. ഇവിടെ നോക്കൂ, 1891 നാഗ്പൂര്, പി ആനന്ദ ചാർലുവാണ്. ആനന്ദ ചാർലു. അപ്പൊ ആനന്ദ നൃത്തമാടി. ബാനർജി അല്ലെങ്കിൽ ബാറിൽ നിന്നും ദാദ വന്ന് തീയെടുത്തിട്ട് ജോർജിനെ ബേൺ ചെയ്തിട്ട് കത്തിച്ചു. അതിനുശേഷം അതിന്റെ മേത്ത് കയറി നിന്നിട്ട് ആനന്ദ നൃത്തമാടി. ബാനർജി, ദാദ, തീയ്, ജോർജ്, ബേണ്, മേത്ത്, ആനന്ദ നൃത്തമാടി. ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ബോംബെന്ന് കൊൽക്കത്തയിലേക്ക് പോകുന്നു, മദ്രാസിലേക്ക് പോകുന്നു, അതിനുശേഷം അലഹബാദിലേക്ക് പോകുന്നു, വീണ്ടും ബോംബെയിലേക്ക് വരുന്നു, കൊൽക്കത്തയിലേക്ക് വരുന്നു, നാഗ്പൂരിലേക്ക് വരുന്നു. ആ നാഗ്പൂർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൊട്ടേഷൻ കറക്റ്റ് ആവും. ശ്രദ്ധിച്ചു പഠിക്കുക. ഇത്തരം ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം മുതൽ കോൺഗ്രസിനെ നയിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് പറയുന്നത് മിതവാദ നേതാക്കന്മാരായിരുന്നു. അവരെ കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാണുന്ന സുന്ദരനായ അല്ലെ അപ്പൂപ്പൻ എന്ന് പറയാം, ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ് എന്ന പേര് INCക്ക് നൽകുന്നത് ദാദാഭായ് നവറോജിയാണെന്ന വസ്തുത കൂട്ടുകാർക്ക് അറിയാമല്ലോ. കോൺഗ്രസ് എന്ന പേര്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഏറ്റവും പ്രായം കൂടിയ INCയുടെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം. ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് ദാദാഭായ് നവറോജിയെ നമ്മൾ വിളിക്കുന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പാഴ്സി മതക്കാരനാണ് കേട്ടോ കൂട്ടുകാരെ. 1886 2ാമത്തെ വർഷം തന്നെ അദ്ദേഹം പ്രസിഡന്റ് ആവുകയാണ്. പിന്നീട് 1893 ആവുന്നുണ്ട്, 1906 ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളുക. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയനാരാണ്? നല്ല കിടിലൻ ചോദ്യമാണ്, പഠിക്കുക നിങ്ങള്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക പ്രതിനിധിയായിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. നോക്കൂ, അനൌദ്യോഗിക പ്രതിനിധിയാണ് ദാദാഭായ് നവറോജി. 1866 അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. 1876 ഇന്ത്യൻ അസോസിയേഷൻ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹം എവിടെയാണ് ഇത് സ്ഥാപിച്ചത് ചോദിക്കും. അത് ലണ്ടനിലാണ്. ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിലായിരുന്നു ആദ്യത്തെ സമ്മേളനം നടന്നത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ച സമ്മേളനം നടന്നത് എവിടെയാണ്? ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിലാണ്. റാങ്ക് മേക്കി ചോദ്യമായിരിക്കും കാക്സ്റ്റൺ ഹാള്. ഇത് നിങ്ങൾക്ക് SCERT കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ഉണ്ട്. നമ്മുടെ ഉദ്ധം സിംഗിന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തുകൊണ്ട്, ഉദ്ധം സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെ, ഉദ്ധം സിംഗ് നിങ്ങൾക്ക് അറിയാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നുണ്ടായ തിക്താനുഭവം, അതിന്റെ ഒരു പ്രതികാരം എന്നോണം നമ്മുടെ അന്നുണ്ടായിരുന്ന ഗവർണറെ വധിച്ചു, ഡയറിൻ അല്ലേ. അപ്പോ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. ആ ഉദ്ധം സിംഗ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ച സ്ഥലം ചോദിക്കും. അത് കാക്സ്റ്റൺ ഹാളാണ്. 1940കളാണ് സംഭവിക്കുന്നത്. അപ്പൊ കൂട്ടുകാര് ആ കാര്യം കൂടി ചേർത്ത് പഠിക്കുക. ദാദാഭായ് നവറോജിയെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനം. അദ്ദേഹം വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി. ഇന്ത്യൻ എക്കണോമിക്സിന്റെയും
ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും പിതാവാണ് ദാദാഭായ് നവറോജി. കൂട്ടുകാർക്ക് അറിയാമല്ലോ, PSC PYQ ആണ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവാണ്, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവാണ്. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് അല്ലെങ്കിൽ അളന്നു തിട്ടപ്പെടുത്തിയത് ഔദ്യോഗികമായിട്ടൊന്നും അല്ല എങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്നത് ഇദ്ദേഹമാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി അളന്നു തിട്ടപ്പെടുത്തി. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഊറ്റിയെടുക്കൽ സിദ്ധാന്തം, ഇങ്ങനെ തുടങ്ങി പല സിദ്ധാന്തങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അഥവാ ഊറ്റിയെടുക്കൽ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി PSC പരീക്ഷകളിൽ എത്ര തവണയാ ചോദിച്ചെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആരുടെ കൃതിയാണ്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പഠിക്കുക, ദാദാഭായ് നവറോജിയാണ്. കോളേജ് പ്രൊഫസർ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പത്രങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. വോയിസ് ഓഫ് ഇന്ത്യയും രസ്ത് ഗഫ്താർ. വോയിസ് ഓഫ് ഇന്ത്യ, വോയിസ് ഓഫ് ഇന്ത്യ, രസ്ത് ഗഫ്താർ. ഇന്ത്യയിലെ ഗ്ലാഡിസ്റ്റൺ, ഇന്ത്യയിലെ ഗ്ലാഡിസ്റ്റൺ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഗ്ലാഡിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനമന്ത്രിയാണ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. അടുത്തൊരു വ്യക്തി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് ദാദാഭായ് നവറോജി എങ്കിൽ മിതവാദ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇന്ത്യയുടെ രത്നം അല്ലെങ്കിൽ ഇന്ത്യയുടെ വജ്രം, ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നൊക്കെ വിളിച്ചിരുന്നത് നമ്മുടെ ഗോഖലെയാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയാണ് അദ്ദേഹം തട്ടകം, മനസ്സിലായല്ലോ. അപ്പൊ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് വിളിച്ചു, ഇന്ത്യയുടെ സോക്രട്ടീസ് എന്ന് വിളിച്ചു. മിതവാദികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു അല്ലെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിതവാദികളിലെ രാജകുമാരൻ, മിതവാദ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഗോഖലെ. അപ്പൊ മിതവാദികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ക്ഷീണിതനായ മിതവാദി തിലകൻ വിളിച്ചതാ. ബാലഗംഗാധര തിലകൻ നിങ്ങൾക്കറിയാം, അദ്ദേഹം തീവ്ര ദേശീയ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം ഗോഖലെ എങ്ങനെ വിളിച്ചു? ക്ഷീണിതനായ മിതവാദി. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ, നല്ലൊരു ചോദ്യം കേട്ടോ, PYQ ആണേ, ചോദിക്കും. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. ആരാണ് വിളിച്ചത്? തിലകൻ വിളിച്ചിട്ടുണ്ട് ഗോഖലെയെ എന്ത്? അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്ന്. ഇന്ത്യയുടെ രത്നം എന്ന് തിലകനും വിളിച്ചിട്ടുണ്ട്. ഗാന്ധിജി വിളിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയുടെ ഗുരുവാണ് ഗോഖലെ, നിങ്ങൾക്കറിയാം. ആ ഗുരുനാഥനെ ഗാന്ധിജി എങ്ങനെയാ വിളിച്ചത്? രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ. തന്റെ ഗുരുവിനെ എങ്ങനെ വിശേഷിപ്പിച്ചു ഗാന്ധിജി? രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ എന്ന് ഗാന്ധിജിയാണ് ഗോഖലെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി ഗംഗയോട് ഉപമിച്ച നേതാവാണ് നമ്മുടെ ഗോഖലെ. ഗാന്ധിജി ഗംഗയോട് ഉപമിച്ച ദേശീയ നേതാവാണ്. എന്നാൽ ഗോഖലെയുടെ ഗുരു ആരാണ്? അത് MG റാനഡെയാണ്. പഠിച്ചു വെക്കണം. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുനാഥൻ MG റാനഡെയാണ്. ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ഗുരുവാണെന്ന് പറഞ്ഞല്ലോ. ശിഷ്യന്മാരായിട്ട് വരുന്നത് ഗാന്ധിജിയുണ്ട്, മുഹമ്മദ് അലി ജിന്നയുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ജിന്ന പാകിസ്ഥാൻകാരനല്ലേ? ഇവരൊക്കെ തുടക്കകാലത്ത് ഇദ്ദേഹത്തിന്റെ സ്കൂളിൽ നിന്നായിരുന്നു കളരിപ്പയറ്റ് പഠിച്ചതല്ലേ എന്ന് വെച്ചാൽ ഉപമിച്ച് പറഞ്ഞ കേട്ടോ. ഇദ്ദേഹത്തിന്റെ തട്ടകത്താണ് ഈ പറയുന്ന ദേശീയ പോരാട്ട രംഗത്തേക്ക് ഇവരൊക്കെ വരുന്നത്. ജിന്നയായിക്കോട്ടെ, നമ്മുടെ ഗാന്ധിജി ആയിക്കോട്ടെ, സരോജിനി നായിഡു ആയിക്കോട്ടെ. അപ്പൊ നോക്കൂ, സരോജിനി നായിഡുവും ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരാളാണ്. അസാധാരണ മനുഷ്യൻ, ഇങ്ങനൊരു വിളി കെഴ്സൺ ആണ് വിളിച്ചത്. നോക്കൂ കൂട്ടുകാരെ, ഏറ്റവും ദുഷ്ടനായ കെഴ്സൺ എന്ന് പറയുന്ന ആ ഒരു വൈസ്രോയി, അദ്ദേഹം വിളിച്ചത് ഗോഖലെയെ അസാധാരണ മനുഷ്യൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ പത്രങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണേ. ഗോഖലെയുടെ പത്രങ്ങളാണ് ജ്ഞാനപ്രകാശം, ദ നാഷൻ, സുധാരക്, ദ നാഷൻ, ജ്ഞാനപ്രകാശം. എന്തെങ്കിലും കോഡൊക്കെ ആക്കി വെച്ച് പഠിക്കണം നിർബന്ധമായിട്ടും. ജ്ഞാനപ്രകാശം, ദ നാഷൻ, സുധാരക്, 3 പത്രങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പത്രമാണ് ഹിതവാദ എന്നൊരു പത്രം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് പത്രം. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണെന്ന് പഠിച്ചു വെക്കുക. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഇദ്ദേഹം 1904 INC-യുടെ സെക്രട്ടറി ആയിരുന്നു. 1905 INC-യുടെ പ്രസിഡന്റായിട്ട് ഇദ്ദേഹം വരികയാണ്. ബനാറസ് സമ്മേളനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1905 ബനാറസ് സമ്മേളനത്തിലാണ് ഗോഖലെ അധ്യക്ഷനാവുന്നത്. അതിനുശേഷമാണ് സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ വരുന്നത്. നിങ്ങൾക്ക് അറിയാം, 1905 ബനാറസ് സമ്മേളനത്തോടു കൂടി. കാരണം ഇന്ത്യയിൽ ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷമാണ് 1905. ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷമാണ് 1905. 1905 അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന, സ്റ്റാർ ഇട്ട് വെക്കാം, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച പ്രധാനപ്പെട്ട സംഘടനയാണ് 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. 1915 ഇദ്ദേഹം അന്തരിക്കുന്നതിന് തൊട്ട് മുമ്പ് 1914 ഇദ്ദേഹം സർ പദവി ഉപേക്ഷിച്ചത്. 1914 ഇദ്ദേഹം സർ പദവി ഉപേക്ഷിച്ചു. ഇദ്ദേഹം അന്തരിച്ചു 15 പറഞ്ഞല്ലോ. മഹാത്മാഗാന്ധിജി
അല്ലെ? അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ വർഷമാണ് ഇദ്ദേഹം അന്തരിക്കുന്നത് കൂടി ഓർത്തു വെക്കുക. അടുത്തൊരു മിതവാദ നേതാവാണ് മദൻ മോഹൻ മാളവ്യ. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. 1861 ഡിസംബർ മാസം 25 മാളവ്യ ജനിക്കുന്നത്. ഈ ഡേറ്റ് എന്തുകൊണ്ട് പറഞ്ഞു? ഡിസംബർ 25 മഹാമാന ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്ന ദേശീയ നേതാവ് ജനിച്ചത് 1861 ഡിസംബർ 25 ആ ഡിസംബർ 25 മഹാമാന ദിവസമായിട്ട് ആചരിക്കുന്നു. എന്നാൽ ഭാരത സർക്കാർ, നിങ്ങൾക്കറിയാം, കറണ്ട് അഫയേഴ്സിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കുറച്ച് വർഷം മുമ്പ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇന്ത്യയില് സദ്ഭരണ ദിനമായിട്ട് ഡിസംബർ 25 ആചരിക്കുന്നുണ്ട്. കാരണം അത് AB വാജ്പേയി ജനിച്ച ദിവസമാണ് സദ്ഭരണ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഡിസംബർ 25 മഹാമാന ദിവസവും സദ്ഭരണ ദിനവുമാണെന്ന് പഠിച്ചു വെക്കട്ടെ. AB വാജ്പേയിയുടെ ജന്മദിനമാണ്. ഗാന്ധിജി യാചകരിലെ രാജകുമാരൻ എന്ന് വിളിച്ചു. യാചകരിലെ രാജകുമാരൻ, നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത കേട്ടോ. യാചകരിലെ രാജകുമാരൻ മാളവ്യയാണ്. എന്നാൽ അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ഗോഖലെയാണ്. മഹാമാന എന്നറിയപ്പെട്ടു. ഗാന്ധിജി വിളിച്ചു മഹാമാന എന്ന്. അതുകൊണ്ടാണ് മഹാമാന ദിവസമായിട്ട് ആചരിച്ചിരുന്നത് കേട്ടോ. മകരന്ത് മദൻ മോഹൻ മാളവ്യ, ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മകരന്ത് ഓർമ്മ വരണം. മകരന്ത് PSCയുടെ PYQ ആണ്. മകരന്ത് എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ ഇദ്ദേഹമാണ്. രണ്ടാമത് വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തു മദൻ മോഹൻ മാളവ്യയാണ്. 1932 പൂനാ സന്ധി വരുന്നത് നിങ്ങൾക്കറിയാം. പൂനാ സന്ധിയില് മധ്യസ്ഥത വഹിച്ചത് നമ്മുടെ മദൻ മോഹൻ മാളവ്യയാണ്. കേരള മദൻ മോഹൻ മാളവ്യ എന്നൊരു വിശേഷണമുള്ള ഒരു വ്യക്തിയുണ്ട്. ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സംഭാവന നൽകിയ മന്നത്ത് പത്മനാഭൻ, ഭാരത കേസരി, NSSന്റെ സ്ഥാപകൻ മന്നത്താണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത്. സത്യമേവ ജയതേ, ഈ ഒരു മുദ്രാവാക്യം ഇന്ത്യയിൽ വലിയ പ്രചാരം ലഭിക്കാൻ കാരണമായത് മദൻ മോഹൻ മാളവ്യയിലൂടെയാണ്. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പത്രങ്ങൾ PSC പരീക്ഷകൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഇത് SCERT പാഠഭാഗത്ത് ഒരു ബോക്സിന്റെ പട്ടിക പഠിക്കാൻ, അതിനകത്തൊക്കെ എടുത്തു പറയുന്ന പത്രങ്ങളാണ്, പഠിച്ചു വെക്കണം. സുധാരക്, ജ്ഞാനപ്രകാശം, ദ നാഷൻ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഗോഖലെയുടെ പത്രങ്ങളാണ്. സുധാരകും ജ്ഞാനപ്രകാശവും നാഷനും. ഇവിടെ നോക്കൂ, ലീഡർ, ഹിന്ദുസ്ഥാൻ, മര്യാദ, അഭ്യുദയ്, 4 എണ്ണമുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. ലീഡർ, ഹിന്ദുസ്ഥാൻ, മര്യാദ, അഭ്യുദയ്. എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നോക്കൂ, 1907 ഹിന്ദു മഹാസഭ സ്ഥാപിക്കുന്നത്. ആദ്യത്തെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനം നടന്നത് ഹരിദ്വാറിലാണ്. പ്രധാനപ്പെട്ട പുണ്യ കേന്ദ്രമാണല്ലോ ഹരിദ്വാർ. 1907 ഹിന്ദു മഹാസഭ, പഠിച്ചു വെക്കുക. 1909 ആദ്യമായി കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഇദ്ദേഹം വരുന്നത്. പഠിച്ചു വെക്കാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടെ. നോക്കൂ, ഇവിടെ 1909 നിന്നും വീണ്ടും 9 കൂട്ടുക. 9 9 18 കൂട്ടുകാർക്ക് അറിയാം. 1909 ലാഹോർ സമ്മേളനത്തിലും 1918 ഡൽഹി സമ്മേളനത്തിലും അധ്യക്ഷൻ ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യയായിരുന്നു. വാരണസിയിൽ നടന്ന ആദ്യത്തെ ഹിന്ദി സാഹിത്യ സമ്മേളനം 1910 അധ്യക്ഷതയും ഇദ്ദേഹം വഹിച്ചു. 1916 നിങ്ങൾക്കറിയാം, ലക്നൗ സന്ധി നടന്ന വർഷം അല്ലേ? അവിടെ വെച്ചിട്ട് ലക്നൗ സമ്മേളനം നമ്മൾ ജവഹർലാൽ നെഹ്റു പഠിച്ചപ്പോൾ കോഡാക്കി പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞിരുന്നു ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു എന്നൊക്കെ. ആ ഒരു വർഷമാണ് 1916. അപ്പോഴാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അഥവാ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്നത്. അതിന്റെ സ്ഥാപക അംഗമായിരുന്നു മദൻ മോഹൻ മാളവ്യ. 1916 ബനാറസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. സ്ഥാപകരിൽ ഒരാൾ മാളവ്യയായിരുന്നു. ആനി ബസന്റ് ഒക്കെ ഉണ്ടായിരുന്നു. നോക്കൂ, അദ്ദേഹം മരണപ്പെട്ടത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ വർഷമല്ല, ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന നൽകി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭാരതരത്ന ലഭിച്ചത് 2014 ഇത്രയും കാര്യങ്ങൾ മദൻ മോഹൻ മാളവ്യയെ കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തൊരു മിതവാദ നേതാവാണ് ഫിറോസ് ഷാ മേത്ത. നോക്കൂ, 1890 നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. 1890 ഈ പറയുന്ന ഫിറോസ് ഷാ മേത്തയാണ് കൊൽക്കത്ത സമ്മേളനത്തിനകത്തുള്ള അധ്യക്ഷൻ. ആ കൊൽക്കത്ത സമ്മേളനത്തിന് ശേഷമാണ് നാഗ്പൂർ സമ്മേളനം 1891 P ആനന്ദ് ചാർലു നമ്മൾ അവിടെയല്ല അവസാനിപ്പിച്ചത്. അപ്പൊ നോക്കൂ, ഫിറോസ് ഷാ മേത്ത എന്ന് പറയുന്ന നേതാവ് 1890 കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ. ബോംബെ ക്രോണിക്കിൾ എന്ന് പറയുന്ന പത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർഷം വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 1910 ആ പത്രം വരുന്നത്. ബോംബെ ക്രോണിക്കിൾ പത്രം ഒന്ന് പഠിച്ചു വെക്കണേ. ഒരുപാട് തവണ PYQ ആണ്. ബോംബെ ക്രോണിക്കിൾ ആരുടെ പത്രമാണ്? ഫിറോസ് ഷാ മേത്ത. ഇദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഒരു ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകൻ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു, പട്ടാഭി സീതാരാമയ്യ ആണെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയുള്ള ഒരാളാണ് ഫിറോസ് ഷാ മേത്ത.
ഇദ്ദേഹമാണ് ബോംബെ സിംഹം എന്നറിയപ്പെടുന്നത്. ബോംബെ ക്രോണിക്കിൾ ആ പത്രമാണെങ്കിൽ ബോംബെ സിംഹം എന്നറിയപ്പെടുന്നു. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച 1885 ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട നേതാവാണ് ഈ പറയുന്ന KT തലാങ് ഉണ്ടായിരുന്നു, ഫിറോസ് ഷാ മേത്തയൊക്കെ ഉണ്ടായിരുന്നു. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885 ഫിറോസ് ഷാ മേത്തയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ഫിറോസ് ഷാ മേത്തയുടെ പ്രതിമയുള്ളത് ബോംബെയിലാണെന്ന് കൂടി പഠിച്ചു വെക്കുക. ഇനി മറ്റൊരു മിതവാദ നേതാവാണ് സുരേന്ദ്രനാഥ ബാനർജി. അപ്പൊ സുരേന്ദ്രനാഥ ബാനർജിയെ കുറിച്ച് നമുക്ക് പറയണം. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സംഘടന ഞാനിവിടെ പരാമർശിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. നോക്കൂ, 1876 ഇന്ത്യൻ അസോസിയേഷൻ 10 വർഷം കഴിഞ്ഞപ്പോൾ. അതിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സുരേന്ദ്രനാഥ ബാനർജി, മറ്റൊരാൾ ആനന്ദ മോഹൻ ബോസ് ആണ്. ആനന്ദ മോഹൻ ബോസ് ഭാരത് സഭ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംഘടനയാണ്. ചോദ്യം ചോദിക്കും, പഠിച്ചു വെക്കണം. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ, അത് അറിയപ്പെടുന്ന പേര് ഭാരത് സഭ. ഭാരത് സഭ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. സമ്മേളനം നടന്നത് കൊൽക്കത്തയിലായിരുന്നു. നോക്കൂ, സുരേന്ദ്രനാഥ ബാനർജിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാജ് നാരായൺ ബസുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബസു. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആരാന്നറിയോ? രാജാറാം മോഹൻ റോയ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ പിതാവാണ് സുരേന്ദ്രനാഥ ബാനർജി. അപ്പൊ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി, പ്രവാചകൻ റോയ്, ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബസു. അപ്പൊ അത്തരത്തില് പിതാവായിട്ട് കരുതപ്പെടുന്ന ഇദ്ദേഹത്തെയാണ് രാഷ്ട്രഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നത്. 1895 നോക്കൂ, കോൺഗ്രസ് രൂപീകരിച്ച് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്നത്. സുരേന്ദ്രനാഥ ബാനർജി 1895. ഈ കാലഘട്ടങ്ങളിലൊക്കെ മിതവാദ നേതാക്കന്മാരാട്ടോ. പിന്നീട് 1902 അഹമ്മദാബാദ് സമ്മേളനത്തിൽ അധ്യക്ഷനാവുന്നുണ്ട്. നോക്കൂ, ഇദ്ദേഹത്തിന്റെ പത്രമാണ് ബംഗാളി. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഇന്ത്യയുടെ ദേശീയ പതാക ഒക്കെ ഇദ്ദേഹം ഉയർത്തുന്നുണ്ട് കൊൽക്കത്തയിലെ ഈ ബാഗൻ സ്ക്വയറിൽ. അപ്പൊ അത്തരത്തിലെ ഒരുപാട് പ്രത്യേകത കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട്, ബംഗാളുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനാഥ ബാനർജിക്ക് ഉണ്ട്. ആ സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രമാണ് ബംഗാളി. അങ്ങനെയാണെങ്കിൽ ബംഗദൂത് എന്ന് പറഞ്ഞ പത്രം ആരുടേതാണ് ചോദിക്കും? രാജാറാം മോഹൻ റോയുടെ പത്രമാണ് ബംഗദൂത്. എന്റെ ചോദ്യം ഇതാണ്, ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയാണ്, ബംഗദൂത് ഞാൻ പറഞ്ഞു രാജാറാം മോഹൻ റായി. അങ്ങനെയാണെങ്കിൽ ബംഗദർശൻ എന്ന പത്രം ആരുടേതാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. നമ്മൾ ഒരുപാട് തവണ പഠിപ്പിച്ചിട്ടുണ്ട് ബംഗദർശൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ? ബംഗദർശൻ ആരുടെ പത്രമാണ്? ബംഗദർശൻ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എ നാഷൻ ഇൻ മേക്കിംഗ്. എ നാഷൻ ഇൻ മേക്കിംഗ് ആണ് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, ആത്മകഥ. കൂട്ടുകാരെ, ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കി വരുന്ന സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങൾ എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ബോംബെ, കൊൽക്കത്ത, മദ്രാസ്, അലഹബാദ്, ബോംബെ, കൊൽക്കത്ത, നാഗ്പൂർ വരെ നമ്മളെ റൂട്ട് ഇങ്ങനെ പോയി വന്നു അല്ലേ? അതൊന്ന് പറഞ്ഞു നോക്കുക, വേണമെങ്കിൽ ഒന്ന് വരച്ചു നോക്കുക, നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ കോഡ് എന്തായിരുന്നു? ബാനർജി ദാദ തീയിലിട്ടുകൊണ്ട് ജോർജിനെ ബേൺ ചെയ്തു. അദ്ദേഹത്തിന്റെ മേത്ത് കയറി നിന്ന് ആനന്ദ നൃത്തമാടി. നോക്കൂ, അങ്ങനെ ചെയ്തതിനു ശേഷം ബാനർജി ദാദ എന്ത് ചെയ്യുകയാണ്? നല്ല വൈബില് സൂര്യനെ നോക്കി നിൽക്കുകയാണ്. എന്ത് നോക്കിയാണ്? സൂര്യനെ നോക്കി നിൽക്കുകയാണ്. ബാനർജി ദാദ തീയിലിട്ട് ജോർജിനെ ബേൺ ചെയ്തു, മേത്ത് കയറി നിന്ന് ആനന്ദ നൃത്തമാടി. ബാനർജി ദാദ വീണ്ടും, ബാനർജി ദാദ നല്ല വൈബോട് കൂടി സൂര്യനെ നോക്കി നിൽക്കുന്നു. ഇവിടെ 1896 കൊൽക്കത്ത സമ്മേളനം എല്ലാ കൂട്ടുകാർക്കും അറിയാം. കാരണം വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റഹ്മത്തുള്ള സയാനിയാണ് അധ്യക്ഷൻ, എല്ലാവർക്കും അറിയാം. നോക്കൂ, 1897 അമരാവതി സമ്മേളനം കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം മലയാളിയായ ഒരേ ഒരു മനുഷ്യനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ളൂ. 100-ലധികം തവണ ചോദിച്ച ചോദ്യമാണ്. C. ശങ്കരൻ നായർ, ചേച്ചൂർ ശങ്കരൻ നായരാണ് 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിലെ അധ്യക്ഷൻ. 96 കൊൽക്കത്തയില് റഹ്മത്തുള്ള സയാനി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ലക്നൗ സമ്മേളനം 99 ലക്കില്ലാണ്ടായി പോയി ദത്തിന്. 1899 ലക്കില്ല, ഒന്നുകൂടി ഉണ്ടെങ്കിൽ 900 ആവുമായിരുന്നു. അതുകൊണ്ട് ലക്കില്ല, ദത്തെടുക്കാൻ പറ്റില്ല. ലക്കില്ല, ദത്തെടുക്കാൻ പറ്റില്ല. 1899 ഒന്നുകൂടി ഉണ്ടെങ്കിൽ റൗണ്ട് ആവുമായിരുന്നു അല്ലെ? 1900 ആവുമായിരുന്നു. അപ്പൊ ഒന്ന് കുറവായതുകൊണ്ട് ലക്കില്ല, ദത്തെടുക്കാൻ പറ്റില്ല എന്നാലോചിക്കുക. 1899. ബാക്കി വരുന്നത് പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നാഗ്പൂരിന് ശേഷം അലഹബാദ് WC ബാനർജിയും, ലാഹോർ, മദ്രാസ്, പൂനെ. ഈ വർഷങ്ങളൊന്നും പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ഭാവിയിൽ മറ്റേതൊരു നല്ല ലെവൽ എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രയോജനം ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ നമുക്ക് ഡിലീഷൻ മെത്തേഡിലൂടെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും.
അപ്പൊ ബാനർജി ദാദ തീയിലിട്ട് ജോർജിനെ ബേൺ ചെയ്ത് മേത്ത് കയറുന്ന ആനന്ദ നൃത്തമാടി ബാനർജി ദാദ നല്ല വൈബോട് കൂടി സൂര്യനെ നോക്കി നിൽക്കുന്നു. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുക. ഓക്കെ, നോക്കൂ കൂട്ടുകാരെ, 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1852 രൂപീകരിച്ച മദ്രാസ് നേറ്റീവ് അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? സ്ഥാപകന്റെ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഞാൻ പറയില്ല, നിങ്ങൾ കമന്റ് ചെക്ക് ചെയ്യുക, അവിടെ പിൻ ചെയ്ത് വെക്കും. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അറിയുന്നവർ നോക്കൂ. ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് അറിയാമല്ലോ. സെർവൻസ് ഓഫ് ഗോഡ് അഥവാ ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഈ കഴിഞ്ഞ 2024 LDC തിരുവനന്തപുരം ജില്ലയിൽ കൂടി ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് കരുതുന്നു. രണ്ടാമത്തത്. മൂന്നാമത്തത് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടത് ആരാണ്? ഇതും നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 2 എണ്ണം നിർബന്ധമായിട്ട് അറിയാം. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്, മാക്സിമം സപ്പോർട്ട്, ലൈക്ക്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് നൽകുമ്പോൾ നമ്മൾ നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് യൂട്യൂബിലൂടെ വരുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.